തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർ പദയാത്രയായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, പറയൂ. തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് ബി.ജെ.പി. എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് അവർ കടക്കുകയാണ്. 50 കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന ആ ഒരു കാഴ്ച. രാവിലെ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷം പാളയം പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചതിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ പദയാത്രയായി കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. എന്തായാലും അഭിമാന മുഹൂർത്തം, ചരിത്ര മുഹൂർത്തം. നിരവധി പ്രവർത്തകർ, ഇവിടെ എത്താൻ സാധിക്കാത്ത ആളുകൾ ടിവിയിലൂടെ ഈ ദൃശ്യം കാണുന്നു. ഏറെ നാളത്തെ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പല്ലേ? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവർത്തകരുടെ ജീവനും ജീവിതവും ഒക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ പ്രവർത്തകരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ വിജയം. അനന്തപുരി നിവാസികൾക്ക് ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്ന പൊതുസമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പവും നരേന്ദ്രമോദിയുടെ വികസിത അനന്തപുരിക്കൊപ്പവും എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്. ഏറ്റവും പ്രതീക്ഷയോടുകൂടിയാണ് കൗൺസിലേഴ്സ് ഒക്കെ തന്നെയും ഈ നടന്നു നീങ്ങുന്നത്. മാറുന്ന അനന്തപുരിയാണ് അവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടത് വലത് പാളയങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചകളൊക്കെ വന്നിരുന്നു. ബി.ജെ.പി. അധികാരം പിടിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം. ഈ വോട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ് ബി.ജെ.പി. എന്തായാലും നമുക്കറിയാം, ഏറ്റവും പ്രിയങ്കരിയായ ഒരു കൗൺസിലറാണ് ആശാനാഥ് എന്ന് പറയുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ആശാനാഥിൻ്റെ വികസനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നിരവധി തവണ അധികാരത്തിൽ വന്ന ഒരാളാണ്. ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഇതാ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും. സന്തോഷം, ഒരുപാട് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ നഗരസഭയിലേക്ക് പോവുകയാണ്. ഒരുപാട്, അതായത് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ഒരു പോക്കല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷ. തിരുവനന്തപുരം ജനതയ്ക്ക് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നിലനിൽക്കും. രോഹിണി, ഇതാ കൗൺസിലേഴ്സ് ഇതാ കോർപ്പറേഷന് മുന്നിലെത്തി എന്നത് തന്നെയാണ്. പദയാത്രയോട് സഞ്ചരിച്ച് അവർ ഇതാ കോർപ്പറേഷൻ്റെ അങ്കണത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആഘോഷത്തിലാണ് രോഹിണി. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അഭിവാദ്യം ചെയ്യുന്നതുണ്ട്. പുഷ്പ വൃഷ്ടി നടത്തുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏറെ നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മുഹൂർത്തത്തിലേക്ക് ബി.ജെ.പി. കടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ നടക്കും. നമുക്കറിയാം, ഇടതു വലത് പാളയങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് ബി.ജെ.പി. അധികാരത്തിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിലേക്ക് 50 കൗൺസിലർമാരും എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തുടരുക. വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, പ്രധാന പ്രതിപക്ഷമായി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ബി.ജെ.പി. കൗൺസിലർമാർ ഇതാ ഭരണപക്ഷത്തേക്ക് നീങ്ങുന്ന സുലഭ മുഹൂർത്തത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവർ കോർപ്പറേഷന്റെ പടിവാതിൽക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി വികസിത അനന്തപുരിയിലേക്കുള്ള ലക്ഷ്യമാണ്. അതിനായുള്ള കഠിന പ്രയത്നത്തിന്റെ ദിനങ്ങളാണ് ഇനി എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ അഭിമാനത്തോടുകൂടി അവർ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്ന കാഴ്ച അല്ലേ? അഭിമാനകരമായ നിമിഷം തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷമുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസവും ബി.ജെ.പി. നേതാക്കൾ ഉയർത്തുന്നുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ബി.ജെ.പി. ചരിത്ര വിജയമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയിരിക്കുന്നത്. ആ ഒരു ചരിത്ര വിജയത്തിന്റെ സാക്ഷിയാകാൻ വേണ്ടി നിരവധി ബി.ജെ.പി. പ്രവർത്തകരും ആ പദയാത്രയുടെ ഭാഗമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.
ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കൗൺസിലർമാർ ഓരോരുത്തരായി നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, പ്രകാശ് ജാവ്ദേക്കർ ഉണ്ട്, BJP മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങ് 11 മണിക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോരുത്തരായി BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ട് അനുഗ്രഹം വാങ്ങി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണോ അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? വലിയ ആഹ്ലാദത്തിൽ തന്നെയല്ലേ എല്ലാവരും? തീർച്ചയായും രോഹിണി, ഏറെ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർ എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് തന്നെ കവിയണിഞ്ഞ അനന്തപുരിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഓരോ കൗൺസിലേഴ്സും ഈ കോർപ്പറേഷനിലേക്ക് കാലുകുത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ സന്തോഷത്തിലാണ് അനന്തപുരി. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ് കൗൺസിലേഴ്സ് ഓരോരുത്തരായി ഈ കോർപ്പറേഷനിലേക്ക് കയറുന്ന ആ നിമിഷമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ ആഹ്ലാദത്തിലാണ്. നമ്മൾ നേരത്തെ പ്രതികരണത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അനന്തപുരിയുടെ വികസനമാണ് അവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവരെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെയും കൃത്യതയോടുകൂടി നിർവഹിക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രകടന പത്രികകളിൽ അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊക്കെ തന്നെയും നടപ്പിലാക്കുക എന്നത് തന്നെയാണ് ഈ കയറുന്ന ഓരോ കൗൺസിലേഴ്സിൻ്റെയും ലക്ഷ്യം എന്നത് തന്നെയാണ്. ഓരോ ജനങ്ങളുടെയും സ്വപ്നമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 50 കൗൺസിലേഴ്സായി കയറുന്നത് എന്നത് തന്നെയാണ് രോഹിണി. ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും എന്നത് തന്നെയാണ്. പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആഘോഷത്തിലാണ്, വലിയ ആരവത്തിലാണ്. പുഷ്പവൃഷ്ടിയൊക്കെ നടത്തിയാണ് അവിടെ നിന്ന് വരെ വലിയ രീതിയിൽ അവർ ഇത്തരത്തിൽ കൗൺസിലേഴ്സിനെ സ്വാഗതം ചെയ്ത് ഈ കോർപ്പറേഷന്റെ അങ്കണത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ്. ഇവിടെ പുറത്തു നിന്നൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണുവാനുള്ള സംവിധാനങ്ങൾ, LED വാളുകൾ ഉൾപ്പെടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അത് കാണുവാൻ നിരവധി ആളുകൾ ഈ കോർപ്പറേഷന്റെ അങ്കണത്തിന് മുന്നിലുണ്ട് എന്നത് തന്നെയാണ്. നിരവധി ആളുകളുടെ, അല്ലെങ്കിൽ നിരവധി പ്രവർത്തകരുടെ ഏറെ നാളത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് അല്പസമയത്തിനകം നടപ്പാക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത്. അതീവ സന്തോഷത്തിലും അതീവ ആഹ്ലാദത്തിലുമാണ് അനന്തപുരി, കാവ്യണിഞ്ഞ അനന്തപുരി തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരം എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന മാറുന്ന അനന്തപുരി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ലക്ഷ്യത്തിലേക്ക്, ആ കോർപ്പറേഷനിലേക്ക് 50 കൗൺസിലർമാർ കാലെടുത്തു വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രോഹിണി. ശരി, ദിസ്നയിലേക്ക് എത്താം. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലേക്ക് BJP കൗൺസിലർമാർ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. BJP സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം BJPയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരാണ്. ഓരോ കൗൺസിലർമാരായി ഉള്ളിലേക്ക് കടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങ് 11 മണിക്ക് ശേഷം ആരംഭിക്കും. BJPയുടെ 50 കൗൺസിലർമാർ ആണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ പ്രധാന പ്രതിപക്ഷമായിരുന്നു BJP ഇത്രയും നാളും അവരുടെ ശബ്ദമുയർത്തിയത്. ഇടതിൻ്റെയും വലതിൻ്റെയും അഴിമതിക്കെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്താനും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും തിരുവനന്തപുരം ജനതയോടൊപ്പം നിൽക്കാനും അവർ എക്കാലവും ശ്രദ്ധിച്ചിരുന്നു. ആ നേട്ടം ഇത്തവണ അവരെ ഭരണപക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി മാറാത്തത് മാറും, വികസിതാനന്തപുരി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങും. അതിനായുള്ള ശ്രമത്തിലാണ്, തീവ്ര പ്രയത്നം തന്നെയായിരിക്കും അതിനായി നടത്തുക എന്നും പറയുകയുണ്ടായി. പ്രജിത്ത് മോഹനൻ കൂടി ചേരുന്നു. പ്രജിത്ത്, വലിയ ഒരു മാറ്റം തന്നെയാണ് അനന്തപുരി BJPക്ക് നൽകിയിരിക്കുന്നത്. കാരണം BJPയുടെ ആപ്തവാക്യം മാറാത്തത് മാറും, അല്ലെങ്കിൽ മാറണം, വികസിത അനന്തപുരിയിലേക്കായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം. അനാവശ്യമായ വിവാദങ്ങളിൽ വിഴുപ്പലക്കുന്ന ഇടതിനെയും വലതിനെയും മാറ്റിവെച്ചുകൊണ്ട് ഇനി നമ്മുടെ മുന്നിൽ വികസനം മാത്രമാണ് ലക്ഷ്യം, മറ്റുള്ളവയ്ക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ജനം അംഗീകരിച്ചതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നമ്മൾ കാണുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP നേടിയ മുന്നേറ്റം ഇങ്ങ് തലസ്ഥാനത്ത് BJP ഭരണം കൈയാളുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ BJP മുന്നോട്ട് വച്ച ആശയങ്ങളെല്ലാം ജനത മനസ്സാ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാവുകയല്ലേ?
അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ഈ ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്തും അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഇങ്ങോട്ട് ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ സൂചനയാണ് തലസ്ഥാനത്തെ BJPയുടെ രാഷ്ട്രീയ വിജയത്തെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായാലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പണ്ഡിതരായാലും നോക്കി കാണുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകാത്ത മാറ്റം അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത്ര വേഗം സംഭവിച്ചിട്ടില്ലാത്ത മാറ്റം അത് തലസ്ഥാനത്ത് അതിവേഗം സംഭവിച്ചതിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വികസനം പറഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പതിവ് കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളല്ല BJP ചർച്ചയാക്കിയത്. BJP തിരുവനന്തപുരത്താകട്ടെ പ്രധാനമായും മുന്നോട്ട് വെച്ചത് വികസന പ്രവർത്തനങ്ങളായിരുന്നു. കാരണം തിരുവനന്തപുരം പോലൊരു നഗരസഭയ്ക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തലസ്ഥാന ജില്ലയായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നഗരസഭയിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളൊന്നും നടക്കാത്തതിന്റെ ഒരു ഭാഗമായി ഇത്രയും വർഷമായി വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത 40 കൊല്ലത്തോളം CPM തുടർച്ചയായി കൈയാളിയിരുന്ന നഗരസഭാ ഭരണം. അതുകൊണ്ട് നഗരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്. സ്മാർട്ട് റോഡ് അടക്കമുള്ള ചില പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പദ്ധതികളാണ് മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നു. ഒപ്പം പ്രശ്നങ്ങൾ പല മാനങ്ങളിലും കൃത്യമായ ശാസ്ത്രീയമല്ലാത്ത റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാനത്തെ അപമാനിക്കാവുന്ന പല സ്ഥാപനങ്ങളിലും കാര്യമായ പുരോഗതി ഉണ്ടാകാനില്ലാത്ത സാഹചര്യമുണ്ട്. ടെക്നോ പാർക്കിന്റെ ഭാഗങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതങ്ങനെ തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു ഭരണകൂടം നഗരസഭാ ഭരണത്തിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ശരി, പ്രജിത്ത് തുടരുക. പ്രജിത്തിലേക്ക് എത്താം. ദിസ്ന സുരേഷ് കൂടി ചേരുന്നുണ്ട്. ദിസ്ന, പറയൂ, ചടങ്ങുകൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? എല്ലാ കൗൺസിലർമാരും നഗരസഭയ്ക്കുള്ളിലേക്ക് കയറിക്കഴിഞ്ഞു? രോഹിണി, തീർച്ചയായും എല്ലാ കൗൺസിലർമാരും നഗരസഭയ്ക്കുള്ളിലേക്ക് കയറി എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നഗരസഭയുടെ പുറത്ത്, അതായത് അകത്തേക്ക് പ്രവേശനം പരിമിതമാണ്. മറ്റുള്ളവർക്ക്, അതായത് പുറത്തുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി ഇത്തരത്തിലൊരു LED വാൾ ഉൾപ്പെടെയുള്ള ഒരു സജ്ജീകരണം നഗരസഭയുടെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാവരും വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. ചരിത്രത്തിലാദ്യമായി BJP ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിലേക്ക് പോവുകയാണ്. വലിയ ആവേശമാണോ? നല്ല ആവേശമായിരുന്നു. നമ്മുടെ വാഴവട്ടണം വാർഡായിരുന്നു ആദ്യമായിട്ട് കിട്ടി. വളരെ സന്തോഷം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇടതും വലതും ഒക്കെ മറ്റു വിഷയങ്ങൾ പ്രചാരണത്തിലേക്ക് ഇറക്കുമ്പോൾ BJP അനന്തപുരിയുടെ വികസനമാണ് മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ അവർ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ച് അവരെ ഇടപെടുന്നു. ദിസ്നയിലേക്ക് എത്താം. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ സംസാരിക്കുന്നു തത്സമയം. So the assembly elections are coming. How do you think will be the performance of BJP? Our performance will be very good, and not only very good. All NDF and UDF have never expected what BJP is going through, and so that is what it will. One of the promises that BJP told during the election campaign was within 45 days Prime Minister will come to Trivandrum. That is he is already on the job. ഞങ്ങൾ തന്ന വാഗ്ദാനം ഞങ്ങൾ ഉറപ്പ് ആയിട്ട് ഞങ്ങൾ അത് അവതരിപ്പിക്കും. ഇന്ന് സ്വേരിങ്ങിന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വർക്കെല്ലാം തുടങ്ങും. ഞങ്ങൾ പറഞ്ഞത് 45 ദിവസത്തിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. വാർഡ് തലത്തും നഗരതലത്തും അത് ഞങ്ങൾ ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അവരൊപ്പം ഇരുന്ന് അത് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും എന്ന് ഞാൻ ഉറപ്പ് തന്നു. ഇന്നും ഉറപ്പ് തരുന്നു. BJPയുടെ പ്രധാന എന്തായിരിക്കും വികസന പദ്ധതി മുന്നോട്ട്? അത് വികസനത്തേക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, പിന്നെ വാർഡ് തലത്തിൽ എന്താണ് 101 വാർഡിൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വാർഡ് തലത്തിലൊരു ബ്ലൂ പ്രിന്റ്, എല്ലാ വാർഡിലും ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തയ്യാറാക്കും. അത് ചെയ്തു കഴിഞ്ഞിട്ട് അതൊരു ഞാൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി വന്ന് ഇവിടെ പ്രഖ്യാപിക്കും. 5 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. അത് 26-ാം തീയതി നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാം. 26-ാം തീയതി നമുക്ക് കണ്ടുപിടിക്കാം. സസ്പെൻസ് ആണോ? കുറച്ച് സസ്പെൻസ് അങ്ങനെ ആയിക്കോട്ടെ. BJP സംസ്ഥാന അധ്യക്ഷൻ, BJP കേരള പ്രഭാരി എന്നിവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.